മനുഷ്യ മനസ്സിൻ്റെ പ്രത്യേകത അതെപ്പോഴും ചാഞ്ഞുകൊണ്ടിരിക്കും, ഒരേ അവസ്ഥയിൽ നിലയുറക്കുകയില്ല. ഒരു കവിത നമ്മളിവിടെ ശ്രവിച്ചു, വന്നഫ്സു ഇൻ തുഹ്മിൽഹു ശബ്ബ അല ഹുബ്ബിർ റദാഇ വഇൻ തുഫ്തിംഹു യൻഫതിമി എന്ന്. മനുഷ്യ മനസ്സ് വന്നഫ്സ് ഇൻ തുഹ്മിൽഹു, നീ അതിനെ വിഗണിച്ചാൽ, ശബ്ബ അല ഹുബ്ബിർ റദാ, മനുഷ്യ മനസ്സ് വളരിൽ അത് റദാഇനോടുള്ള ഹുബ്ബിലാണ്. എന്ന് പറഞ്ഞാൽ കുട്ടികൾ പാലൂട്ടപ്പെടും. മാതാക്കളിൽ നിന്ന് പാല് കുടിക്കുക എന്നുള്ളത് കുരുന്നുകളുടെ ശീലമാണ്. ആ ശീലം അവർ തുടർത്തും. അതാണ് ഹുബ്ബുർ റദാ, പാല് കുടിക്കുവാനുള്ള ഇഷ്ടം. ഇൻ തുഫ്തിംഹു യൻഫതിമി എന്നാണ്. കുട്ടികളുടെ ഈ പാലുകുടി ശീലം മാറ്റണമെങ്കിൽ പാലുകുടി നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. നിർത്താൻ വേണ്ടി ശ്രമിച്ചാലാണ് യൻഫതിമി, പാലുകുടി കുട്ടികൾ നിർത്തുക. ഇതേപോലെയാണ് മനുഷ്യ മനസ്സ്. അത് ഈ ഹുബ്ബുർ റദാ, പാല് കുടിക്കാനുള്ള ഇഷ്ടമെന്ന് പറഞ്ഞെങ്കിൽ അവിടെ ഉദ്ദേശം കളിക്കാൻ, വിനോദിക്കാൻ, ആഹ്ലാദിക്കാൻ, ഭൗതികതയിൽ ഇങ്ങനെ രസിച്ചും സുഖിച്ചും അനുഭവിച്ചും ഇങ്ങനെയുള്ള ഈ ഒരു പ്രകൃതത്തിലാണ് മനുഷ്യ മനസ്സ്. അതാണ് ഇവിടെ ഹുബ്ബുർ റദാ എന്ന് പറയുന്ന രൂപമേണത്. ഇൻ തുഫ്തിംഹു യൻഫതിമി എന്നാണ്. കുട്ടികളെ പാലുകുടി നിർത്തിച്ചെങ്കിലേ കുട്ടികൾ പാലുകുടി നിർത്തൂ. ഇതേപോലെയാണ് മനുഷ്യ മനസ്സിൻ്റെ ഈ ഒരു ആഗ്രഹം, വിനോദിക്കുവാൻ, ആഹ്ലാദിക്കുവാൻ, ഭൗതികതയിൽ ആസക്തിയിൽ കഴിയാനുള്ള ഈ ഒരു മനുഷ്യ മനസ്സിൻ്റെ പ്രകൃതം, അതിൽ നമ്മൾ അതിനെ അവസാനിപ്പിച്ചെങ്കിലേ മനസ്സതിൽ നിന്ന് വിട്ടകലൂ, മനസ്സ് അത് അവസാനിപ്പിക്കൂ എന്നുള്ളതാണ്.